ഹലോ ഫ്രണ്ട്സ്, ഇത് PSC സബ് എഞ്ചിനീയർ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ പുതിയതായിട്ടുള്ള യൂട്യൂബ് ചാനലാണ് നിരൻസ് ഇലക്ട്രിക്കൽ ലെക്ചേഴ്സ്. ഇതിൽ നമുക്ക് PSCക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് ഈ ചാനലിലൂടെ നമ്മൾ കവർ ചെയ്യും. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. നമുക്ക് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഈ ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്: ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതിൻ്റെ ഡെഫിനേഷനും പിന്നെ SI യൂണിറ്റ്സും, പിന്നെ ലോ ഓഫ് റെസിസ്റ്റൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി, പിന്നെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. നമുക്ക് എഴുതി നോക്കാം. ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 കൂളം പെർ സെക്കൻഡ് ആണ്. നമുക്കറിയാം കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ചാർജ് ബൈ ടൈം ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളം ആൻഡ് ടൈമിന്റെ സെക്കൻഡ്. അപ്പോൾ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളം പെർ സെക്കൻഡ്. ഇനി 1 കൂളം എത്ര ഇലക്ട്രോൺ ആണ് എന്നുള്ളതാണ് അടുത്തത്. അതായത് 1 കൂളം ഈസ് ഈക്വൽ ടു എത്രയാണ്? 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺ. ഇനി അതിൽ അടുത്ത ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എത്രത്തോളം വർക്ക് കൊടുത്തു, എന്തിനാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നിട്ട് നമ്മൾ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ, അഗെയിൻസ്റ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മൾ എഴുതിയേക്കുന്നത് നോക്കാം. ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ഓർ ജൂൾസ് പെർ കൂളും. അടുത്ത നമുക്ക് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ടു ദ കറണ്ട് ഫ്ലോ, അല്ലേ? ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതിന്റെ സിമ്പിൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ. എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണോ അതനുസരിച്ചിരിക്കും ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലോ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എൽ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റോ എന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. L is the length of the conductor and A is the area of cross section. അതായത് resistance of a conductor is directly proportional to എന്താണ്? Length of the conductor and inversely proportional to the area of cross section provided temperature and other physical quantities remain unchanged. അതായത് നമ്മൾ ഈ ലോ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? ടെമ്പറേച്ചറും അല്ലെങ്കിൽ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്? കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്താണ് ഈ ലോ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കളർ കോഡാണ്. റെസിസ്റ്റൻസ് കളർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസിസ്റ്റർ നമുക്ക് തന്നു. അപ്പോൾ അതിൽ നമുക്ക് കളർ ബാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കോഡ് ഉണ്ട്. ആ കോഡാണ് ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് ഗോട്ട് വെരി ഗുഡ് വൈഫ്. അതിൽ BB റോയ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കളർ അല്ലേ? ബി എന്ന് പറയുന്നത് ബ്ലാക്ക്, സെക്കൻഡ് B എന്ന് പറയുന്നത് ബ്രൗൺ, പിന്നെ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, പിന്നെ ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ചെയ്തിട്ടുള്ള ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഓരോ കളറിനും ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോഡ് അനുസരിച്ച് നമുക്ക് എന്താണ് ഈ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബ്ലാക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് എന്താ? ബ്ലൂ ആണ്. ഇവിടെ ബ്ലൂവില് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6. അപ്പൊ അതുകൊണ്ട് ഇവിടെ 6 എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് റെഡിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, അല്ലെ? അപ്പൊ 2 എന്ന് പറയുന്നത് ഇവിടെ 2 ഇവിടെ കാണിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഡിജിറ്റ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയർ മീൻസ് നമുക്ക് 10⁻², അവിടെ എന്താ ബ്ലാക്ക് അല്ല ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ആകുമ്പോൾ അവിടെ 10⁻0 ആണ്. അപ്പോൾ അവിടെ ഇൻറ്റു 1, അതൊരു 62 ഓം തന്നെ അവിടെ വന്നു. ആൻഡ് ഫോർത്ത് ബാൻഡ് എന്ന് പറയുന്നത് കാണിച്ചിട്ടുള്ളത് ടോളറൻസ് ലിമിറ്റ് ആണ്. ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗോൾഡ് ആണ്. ഗോൾഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? +or-5% ആണ്. അപ്പൊ അതാണ് ഇവിടെ +or-5% കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. റെസിസ്റ്റിവിറ്റി നമ്മൾ അടുത്ത വേറൊരു പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ്. ഇനി റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗിവൺ സൈസ് ഓഫ് മെറ്റീരിയൽ എടുത്തു, എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തു. അപ്പൊ അതിന്റെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ മെഷർ ആണ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്.
അവിടെ എഴുതിയേക്ക് നമുക്ക് നോക്കാം. റെസിസ്റ്റിവിറ്റി ഈസ് എ മെഷർ ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ സൈസ് ഓഫ് സ്പെസിഫിക് മെറ്റീരിയൽ ടു ഇലക്ട്രിക് കണ്ടക്ഷൻ. ഇനി നമുക്ക് അതിന് വേറൊരു ഡെഫിനേഷൻ കൂടി നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ വെച്ചാൽ നമ്മൾ ഒരു യൂണിറ്റ് ക്യൂബ് ഓഫ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഫേസസിൽ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട് അതിനാണ് നമ്മൾ എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റോയിലാണ്. റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. ഇനി ഇതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ. അടുത്തത് നമുക്ക് കണ്ടക്ടൻസ് നോക്കാം. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു. ആ മെറ്റീരിയൽ എടുത്തിട്ട് അതിലെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകാനുള്ള കഴിവ്, അതിനാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പൊട്ടൻഷ്യൽ ഓഫ് എ സബ്സ്റ്റൻസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അത് നമ്മൾ എന്താ വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, അതാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ജി എന്നാണ്. അപ്പോൾ ജി ഇസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റൻസ്, ജി ഇസ് ഈക്വൽ ടു 1 ബൈ ആർ. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് മോ അല്ലെങ്കിൽ സീമെൻസ്. അടുത്ത നമുക്ക് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്താണെന്ന് നോക്കാം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ഇറ്റ് ഈസ് ദ മെറ്റീരിയൽസ് എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട്. അത് ഇലക്ട്രിക് കറണ്ട് എന്താണ് ഒരു കണ്ടക്ടറിൽ കൂടെ എങ്ങനെ കടന്നു പോകുന്നു അതിന്റെ എബിലിറ്റിനെ പറയുന്നതാണ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് പെർ മീറ്റർ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരും. അതിപ്പോൾ പ്യുവർ മെറ്റൽസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അത് തന്നെ അലോയ് ആണെങ്കിൽ അവിടെ എന്താണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടും, പക്ഷെ അതെന്തായിരിക്കും നമുക്ക് റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും ആ വേരിയേഷൻ എന്ന് പറയുന്നത്. അതിന് തേർഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആവും. അതാണ് എന്താണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. അടുത്ത് നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 ഡിഗ്രി എന്താണ് സെൽഷ്യസിൽ ടെമ്പറേച്ചർ വ്യത്യാസം വന്നു, അപ്പോൾ എത്രത്തോളം റെസിസ്റ്റൻസിൽ ഡിഫറൻസ് വന്നു അതിനാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം പെർ ഡിഗ്രി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതാണ് എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റെസിസ്റ്റൻസ്, നമുക്ക് ഒരു അൺനോൺ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് യു നോ ദ റെസിസ്റ്റൻസ് അറ്റ് എന്താണ് നോൺ ടെമ്പറേച്ചർ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇഫ് എ മെറ്റീരിയൽ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് R1 അറ്റ് T1 ഡിഗ്രി സെൽഷ്യസ്, റെസിസ്റ്റൻസ് R2 അറ്റ് T2 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് അതിനൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് എന്താണ് T1 ഡിഗ്രി സെൽഷ്യസിൽ R1 റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് T2 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 is equal to R1 into 1 plus alpha 0 T2 minus T1. ഇതിൽ ആൽഫ 0 എന്ന് പറയുന്നതാണ് എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ആൻഡ് T2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സെക്കൻഡ് ടെമ്പറേച്ചർ ആൻഡ് T1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടെമ്പറേച്ചർ. അതിൻ്റെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ഇൻവേഴ്സ്, അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിന്റെ. നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if there is 6 ampere of current flowing through the filament of a lamp, then how many coulomb of charge move through the filament in 2 seconds? അതായത് എന്താണ് ഒരു ഫിലമെന്റ്, ആ ഫിലമെന്റിൽ കൂടെ 6 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യാണ്. അപ്പോൾ എത്രത്തോളം ചാർജ് എന്താണ് ഫ്ലോ ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2 സെക്കൻഡിൽ. അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 3 കൂളും, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 12 കൂളും, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 24 കൂളും ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 6 കൂളും. നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ചാർജ് ബൈ ടൈം, ഐ സിക്കൽ ടു ക്യൂ ബൈ ടി. അപ്പോൾ നമുക്ക് ക്യൂ സിക്കൽ ടു ഐ ഇൻറ്റു ടി നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഐ എന്ന് പറയുന്നത് 6ഉം ടി എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 കൂളും. അപ്പോൾ അവിടെ ആൻസർ എന്താണ് 12 കൂളും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് ഓപ്ഷൻ എ വോൾട്ട്, ഓപ്ഷൻ ബി ആംപിയർ, ഓപ്ഷൻ സി ജൂൾ ആൻഡ് ഓപ്ഷൻ ഡി കൂളും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് കൂളും ആണ് അല്ലേ. അതായത് ഓപ്ഷൻ ഡി
കൂളും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, സീമെൻസ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഓപ്ഷൻ എ കണ്ടക്ടിവിറ്റി, ഓപ്ഷൻ ബി റെസിസ്റ്റിവിറ്റി, ഓപ്ഷൻ സി കണ്ടക്ടൻസ് ആൻഡ് ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ്. കാരണം സീമെൻസ് എന്ന് പറയുന്നത് കണ്ടക്ടൻസിൻ്റെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കണ്ടക്ടൻസ് ഓഫ് ആൻ 8 ohm റെസിസ്റ്റൻസ് ഈസ്, അതായത് 8 ohm റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ കണ്ടക്ടൻസ് ഇത്രയും ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0.125 സീമെൻസ്, ഓപ്ഷൻ ബി 0.8 സീമെൻസ്, ഓപ്ഷൻ സി 1.25 സീമെൻസ് ആൻഡ് ഓപ്ഷൻ ഡി 12.5 സീമെൻസ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു എന്താണ്, ജി ഈസ് ഈക്വൽ ടു 1/r, അതായത് 1/8 എന്ന് പറയുമ്പോൾ 0.125 സീമെൻസ്. ഓപ്ഷൻ എ is the correct answer, 0.125 Siemens. Wiper is the sliding contact in a, option A switch, option B thermistor, photoconductive cell, option D എന്ന് പറയുന്നത് potentiometer. ഓപ്ഷൻ ഡി പൊട്ടൻഷ്യോമീറ്റർ is the correct answer. വൈപ്പർ നമ്മൾ സ്ലൈഡിംഗ് കോണ്ടാക്ട്, നമ്മൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലൈഡിംഗ് കോണ്ടാക്ട് നമ്മൾ വൈപ്പർ എന്നാണ് പറയുക. അടുത്ത്, എ മൾട്ടിമീറ്റർ മെഷേഴ്സ് ഓപ്ഷൻ എ current, ഓപ്ഷൻ ബി വോൾട്ടേജ്, ഓപ്ഷൻ സി റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി കറണ്ട് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. മൾട്ടിമീറ്റർ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും, പിന്നെ കൂടാണ്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പർപ്പസ് ഉണ്ട് മൾട്ടിമീറ്റർ നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ കറണ്ട്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. അടുത്തത്, the colored bands for a 4.7K resistor with 10% tolerance limit are yellow, violet, red, gold. Option B orange, violet, orange, gold. Option C yellow, violet, red, silver. And option D orange, violet, red, silver. ഇതാണ് 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. അതായത് 4.7K റെസിസ്റ്റർ തന്നിട്ടുണ്ട് വിത്ത് 10% ടോളറൻസ് ലിമിറ്റ്. അതിൻ്റെ കളർ കോഡുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 4.7K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4700 ഓം നമുക്കറിയാം. അതിൽ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. 4 എന്ന് പറയുമ്പോൾ ഈ BB റോയ് ആ കോഡ് അനുസരിച്ചിട്ട് എന്തായിരിക്കും, ഫോർത്ത് യെല്ലോ. ആൻഡ് 7 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ്, വയലറ്റ് ആണ്. ഫസ്റ്റ് യെല്ലോ, സെക്കൻഡ് വയലറ്റ്. ആൻഡ് നമുക്ക് ഇങ്ങനെ എഴുതാം 47 × 10² നമുക്ക് എഴുതിക്കൂടെ. ആൻഡ് മീൻസ് ഇവിടെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്, നമുക്ക് റെഡ് ആണ് വരുന്നത് അല്ലേ. അതായത് 2 വാല്യൂ പറയുന്നത് റെഡ് ആണ്. അതായത് ഇപ്പോൾ തേർഡ് ബാൻഡ് എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. ആൻഡ് 10% നമുക്ക് ടോളറൻസ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ടോളറൻസ് ലിമിറ്റ് പറയുമ്പോൾ സിൽവർ ആണ് 10% വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ, യെല്ലോ, വയലറ്റ്, റെഡ്, സിൽവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The maximum resistance value for a brown, red, yellow, gold resistor is option A 120,000 ohm, option B 126,600 ohm, option C 114,000 ohm, and option D 132,000 ohm. 4 കളർ ബാൻഡ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ബ്രൗൺ, റെഡ്, യെല്ലോ, ഗോൾഡ്. ഇവിടെ ഫസ്റ്റ് ബ്രൗൺ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് സെക്കൻഡ് റെഡ് ആണ് പറഞ്ഞത്, അപ്പോൾ റെഡ് ആകുമ്പോൾ അവിടെ 2. ആൻഡ് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെല്ലോ മീൻസ് 4 ആണ്. അപ്പോൾ പക്ഷേ തേർഡ് ബാൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ 10⁻⁴ മീൻസ് 12 × 10⁻⁴ എന്താണ്, 120,000 ഓം. അതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഗോൾഡ് മീൻസ് അവിടെ 5% ടോളറൻസ് ലിമിറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് 120,000 ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് y ohm. The wire is stretched to triple its length, then the resistance becomes, അല്ല, അതായത് റെസിസ്റ്റൻസ്, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് y ohm ആണ്. അത് സ്ട്രെച്ച് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് ട്രിപ്പിൾ ആക്കി. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ബിക്കംസ് ഓപ്ഷൻ എ y/3, ഓപ്ഷൻ ബി 3y, ഓപ്ഷൻ സി 6y ആൻഡ് ഓപ്ഷൻ ഡി y/6. നമുക്ക് ആൻസർ നോക്കാം.
റെസിസ്റ്റൻസ് ലോ ഓഫ് റെസിസ്റ്റൻസ് അനുസരിച്ചിട്ട് എന്താണ് R is equal to rho L by A means resistance is directly proportional to the length of conductor. അപ്പോൾ ലെങ്ത് നമ്മൾ എന്താണ് 3 times ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് റെസിസ്റ്റൻസും അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. അതായത് 3 times means answer is B 3y. Resistance becomes 3y. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെച്ചാൽ an electric current of 10 ampere is same as, അതായത് നമുക്ക് 10 ആംപിയർ കറണ്ട് നമ്മൾ എന്താണ് സെയിം as എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 10 ജൂൾ പെർ കൂളും, ഓപ്ഷൻ ബി 10 വോൾട്ട് പെർ കൂളും, ഓപ്ഷൻ സി 10 കൂളും പെർ സെക്കൻഡ് ആൻഡ് ഓപ്ഷൻ ഡി 10 വാട്ട് പെർ സെക്കൻഡ്. കൂടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആംപിയർ നമ്മൾ കൂളും പെർ സെക്കൻഡ് കൂടി നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ 10 കൂളും പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A copper wire of length L and diameter D has potential difference V applied across its two ends. The drift velocity is V. If the diameter of wire is made D by 4, then drift velocity becomes option A V by 16, option B 16V, option C V and option D V by 4. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പർ വയർ ഓഫ് ലെങ്ത് L ആൻഡ് ഡയമീറ്റർ D അതിനെക്കുറിച്ച് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അപ്ലൈ ചെയ്തു. അപ്പോൾ ആ സമയത്തുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുന്നത് V ആണ്. ഇനി സപ്പോസ് അതിൻ്റെ ഡയമീറ്റർ ഓഫ് ദ വയർ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ D/4 ആക്കി മാറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും അതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു I/NAQ. മീൻസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അതല്ലെങ്കിൽ ഏരിയ നമുക്ക് എന്താ എഴുതാം πr² അല്ലെങ്കിൽ πr² അല്ലെങ്കിൽ πd²/4 എന്ന് എഴുതാം. മീൻസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബിക്കംസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d², ഡയമീറ്ററിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി സെക്കൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ദ ഡയമീറ്റർ ഇസ് ചേഞ്ച് ടു d/4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് 1/4 ആയിട്ട് കുറയുമ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താവും ഇറ്റ് ബിക്കംസ് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ 16 അല്ലെ 16 ടൈംസ് ആയിട്ട് ചേഞ്ച് ആവും. കൂടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എത്രയാണ് 16V ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The resistivity of a wire depends on option A length of wire, option B cross section area, option C material, option D all of the mentioned. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഡിപ്പെൻസ് അപ്പോൺ ദ മെറ്റീരിയൽ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി ഓഫ് എ വയർ ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അതനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റി വേരി ചെയ്യും. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെറ്റീരിയൽ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഓഫ് എ പ്യുവർ മെറ്റൽസ് ഡാഷ്. ഒരു പ്യുവർ മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി റിമെയിൻസ് ദ സെയിം with an increase in temperature, and option D becomes 0 with increase in temperature. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പ്യുവർ മെറ്റലിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസും എന്താണ് കൂടും അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി റിമെയിൻസ് ദ സെയിം വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഓപ്ഷൻ ഡി ബിക്കംസ് 0 വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസുലേറ്റേഴ്സിൽ എന്ത് സംഭവിക്കാം റെസിസ്റ്റൻസ് കുറയും വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following statements are true about metals? Option A metals have a positive temperature coefficient, option B metals have a negative temperature coefficient, option C metals have 0 temperature coefficient and option D metals have infinite temperature coefficient.
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ആവും അല്ലേ, വിച്ച് മീൻസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. മെറ്റൽസ് ഹാവ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്? ഓപ്ഷൻ എ ഓം പെർ സെന്റിഗ്രേഡ്, ഓപ്ഷൻ ബി ഓം സെന്റിഗ്രേഡ്, ഓപ്ഷൻ സി സെന്റിഗ്രേഡ് ഇൻവേഴ്സ്, ഓപ്ഷൻ ഡി സെന്റിഗ്രേഡ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കെൽവിൻ ഇൻവേഴ്സ് ആയിരുന്നു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സെന്റിഗ്രേഡിലാണ്. അപ്പോൾ അല്ലാതെ സെന്റിഗ്രേഡിലായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, സെന്റിഗ്രേഡ് ഇൻവേഴ്സ്. ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements are true about insulators? Option A, insulators have positive temperature coefficient. Option B, insulators have a negative temperature coefficient. Option C, insulators have zero temperature coefficient. And option D, insulators have infinite temperature coefficient. നമുക്കറിയാം ഇൻസുലേറ്റേഴ്സിൽ റെസിസ്റ്റൻസ് എന്താണ് കുറയും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇൻസുലേറ്റേഴ്സ് ഹാവ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കോപ്പർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 200 ohms when its mean temperature is 0 degree centigrade. Calculate the resistance of the coil when its mean temperature is 80 degrees Celsius. Temperature coefficient of copper is 0.004041 centigrade inverse. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഒരു കോപ്പർ കോയില് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ohm ആയിരുന്നു. അതിൻ്റെ മീൻ ടെമ്പറേച്ചർ എത്രയായിരുന്നു? നമുക്ക് ഇനീഷ്യലി 0 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. ഇനി അതിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? നമ്മളത് ചൂടാക്കിയപ്പോൾ അത് റെസിസ്റ്റൻസ് വേരി ചെയ്തു 80 ഡിഗ്രി സെൽഷ്യസ് ആക്കിയപ്പോൾ. അപ്പോൾ ആ സമയത്തുള്ള ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 264.65 ohm, ഓപ്ഷൻ ബി 264.65 കിലോ ഓം, ഓപ്ഷൻ സി 286.65 ohm and ഓപ്ഷൻ ഡി 286.65 ohm. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നമ്മൾ നേരത്തെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്? R2 is equal to R1 into 1 plus alpha 0 into T2 minus T1. ഇനീഷ്യൽ ടെമ്പറേച്ചർ 200 ആൻഡ് ആൽഫ 0 എന്ന് പറയുന്നത് 0.004041 ആൻഡ് T2 എന്ന് പറയുന്നത് 80 ആൻഡ് T1 എന്ന് പറയുന്നത് 0 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ദ റെസിസ്റ്റൻസ് ബിക്കംസ് എന്താണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് 264.65 ohm നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ എ 264.65 ohm. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The rise or fall in resistance with the rise in temperature depends on option A, property of the conductor material, option B, current in the metal, option C, the property of material as well as current in that material, and option D does not depend on any factor. Option A എന്ന് പറയുന്നത് ആൻസർ the property of the conductor material. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Materials having resistance almost equal to 0 is option A, semiconductor, option B, conductor, option C, superconductor, and option D, insulator. Option C is the correct answer, superconductors. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If the temperature is increased in semiconductors such that the resistance incessantly falls, it is termed as option A, avalanche breakdown, option B, Zener breakdown, option C, thermal runaway, and option D, avalanche runaway. The answer is thermal runaway. Option C is the correct answer. Thermal runaway എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് കുറയും ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ. അപ്പോൾ അവിടെ എന്താണ് കറണ്ട് റൈസ് ചെയ്യും. കറണ്ട് റൈസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ദ ഹീറ്റ് ഈസ് ഇൻക്രീസ്ഡ് വിച്ച് ക്യാൻ ഡിസ്ട്രോയ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതാണ് തെർമൽ റണ്ണവേ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, തെർമൽ റണ്ണവേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ത്രൂ ദ ഒറിജിൻ then the element is said to be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലീനിയർ എലമെന്റ്, ഓപ്ഷൻ ബി നോൺ ലീനിയർ എലമെന്റ്,
ഓപ്ഷൻ സി യൂണിലാറ്ററൽ എലമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി ബൈലാറ്ററൽ എലമെന്റ്. നമുക്കറിയാം എന്താണ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അത് ലീനിയർ എലമെന്റ് ആയിരിക്കണം വോൾട്ടേജ് കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, ലീനിയർ എലമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ ഈസ് ഓപ്ഷൻ എ Li square by 4, option B Li square by 2, option C Li square and option D Li square by 8. നമുക്കറിയാം എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് Li square ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി Li square by 2. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ് എഞ്ചിനീയർ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും അഥവാ ഓൺലൈൻ ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.